വെമ്പായം ബാറിലെ തീവെപ്പിൽ ഒരു മരണം കൂടി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 4ആയി. വെമ്പായം സ്വദേശി നൌഫൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ബാറിൽ നിന്ന് പൊള്ളലേറ്റ നൌഫൽ മതിൽ ചാടി ഇരുചക്ര വാഹനത്തിൽ 2 കിലോമീറ്റർ അകലെയുള്ള പിരപ്പൻകോട് ക്ഷേത്രക്കുളത്തിൽ ചാടിയിരുന്നു. കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്. സ്റ്റെഫിൻ, മദ്യപിച്ചുകൊണ്ടിരുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൽ 4 മരണം എന്നൊക്കെയുള്ളത് കെട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതിഭീകരമായ സംഭവമാണ് നടന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി വെളിവാകുന്നു. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ 4ാമത്തെ ആൾ നൌഫൽ മരിച്ചത്. അത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചത് തന്നെയാണ് ഡോക്ടർമാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി നൌഫൽ ചാടിയിരുന്നു. പ്രധാനമായും ആ പൊള്ളലേറ്റ ഉടൻ തന്നെ ചികിത്സ തേടിയില്ല. ഒപ്പം തന്നെ ഈ കുളത്തിൽ ചാടിയതുകൊണ്ട് അണുബാധയുണ്ടായി. അങ്ങനെയാണ് ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 50% മുകളിൽ ഈ പൊള്ളലേറ്റിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്കൊക്കെ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മരണം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും 50% മുകളിൽ ആ പൊള്ളലേറ്റിരുന്നു. ഞരമ്പുകൾ കത്തി നിലയിലായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ചികിത്സയിൽ കഴിയുന്നതിനിടെ ആണ് ഇപ്പോൾ നൌഫൽ മരിച്ചിരിക്കുന്നത്. ആദ്യം മരിച്ചത് നവാസാണ്. രണ്ടാമത് പിന്നീട് ഈ തീ ഇട്ട അനീഷ് മരിച്ചു. അങ്ങനെ ഏതായാലും ഈ സംഭവത്തിൽ, കേട്ടുകേൾവില്ലാത്ത അക്രമ സംഭവത്തിൽ 4ാമതൊരു മരണം കൂടി സംഭവിക്കുകയാണ് എന്നുള്ളതാണ്.